2026 നിയമം നിലവിൽ വരുന്നതോടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കണക്കുകളുടെ സുതാര്യതയും കൃത്യസമയത്തുള്ള റിപ്പോർട്ടിങ്ങും അത്യന്താപേക്ഷിതമാണ്. എങ്കിലും സഭകളുടെ ആസ്തികൾ സർക്കാർ ഏറ്റെടുക്കുന്നത് പോലുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ലക്ഷക്കണക്കിന് ദരിദ്രർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ ഇല്ലാതെയാകും. നിയമപരമായ ജാഗ്രതയോടെ ഈ പ്രതിസന്ധിയെ നേരിടുക എന്നതാണ് സഭകൾക്ക് മുൻപിലുള്ള ഏക വഴി. നമുക്കറിയാം, ഇന്ത്യയിലെ സന്നദ്ധ സേവന മേഖലയിൽ പതിറ്റാണ്ടുകളായി ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകൾ അതുല്യമാണ്. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ അതുരസേവന രംഗങ്ങളിൽ രാജ്യത്തെ മറ്റേതൊരു പ്രസ്ഥാനത്തെക്കാളും മറ്റേതൊരു മതത്തെക്കാളും അനേകം മടങ്ങ് ഉയരത്തിലാണ് ക്രിസ്തീയ സഭകളുടെയും പ്രസ്ഥാനങ്ങളുടെയും സ്ഥാനം. വിദേശ ശക്തികൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ അടിയന്തരാവസ്ഥ കാലത്താണ് FCRA നിയമം ആദ്യമായി കൊണ്ടുവന്നത്. 1976 അത്. പിന്നീട് വിവിധ കാലഘട്ടങ്ങളിൽ പല മാറ്റങ്ങൾക്കും വിധേയമായിട്ടുണ്ടെങ്കിലും 2020 ഭേദഗതിയും 2024 കൊണ്ടുവന്ന ചട്ടങ്ങളും ഇപ്പോൾ 2026 ഗവൺമെൻറ് നടപ്പാക്കുവാൻ പോകുന്ന പുതിയ പരിഷ്കാരങ്ങളും ഈ മേഖലയെ അടിമുടി മാറ്റിമറിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ സാമൂഹ്യ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ദശകങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഈ പരിഷ്കാരങ്ങൾ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമായി മാറിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ബഹുഭൂരിപക്ഷവും വിദേശ ധനസഹായം സ്വീകരിച്ചുകൊണ്ടാണ് തങ്ങളുടെ പ്രവർത്തനങ്ങളെ വളർത്തിയെടുത്തത്. രാജ്യത്തെ നിയമങ്ങൾ അതിന് അനുകൂലവുമായിരുന്നേ. എന്നാൽ BJP ഗവൺമെൻറ് അധികാരത്തിലെത്തിയതോടെ രാജ്യത്തുടനീളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള NGOകളെ നിയന്ത്രിക്കുവാൻ തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായി ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്റ്റിൽ, അതായത് FCRAയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിയമങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്തു. പരിണിത ഫലം എന്താണെന്നറിയാമോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 20,700-ലധികം NGOകളുടെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ ഇതാണ് പറയുന്നത്. 2015 മാത്രം 10,000-ഓളം രജിസ്ട്രേഷനുകളാണ് റദ്ദാക്കപ്പെട്ടത്. ഇതിൽ വലിയൊരു ഭാഗം ക്രൈസ്തവ സന്നദ്ധ സംഘടനകളുടേതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, പ്രമുഖ സംഘടനകളായിരുന്ന കമ്പാഷൻ ഇന്ത്യ, വേൾഡ് വിഷൻ, ബിലീവേഴ്സ് ചർച്ച്, CNI സഭ, ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ തുടങ്ങിയ ആയിരക്കണക്കിന് ക്രൈസ്തവ സംഘടനകളുടെ FCRA രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെട്ടു. പല പ്രസ്ഥാനങ്ങളും അതോടുകൂടെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് പോകേണ്ടിയും വന്നു. ഈ കൂട്ടത്തിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഉൾപ്പെടെയുള്ള പല പെന്തക്കോസ്ത് സഭകളും ഉൾപ്പെടുന്നുണ്ട്. വിദേശ പണം നിശ്ചിത ഉദ്ദേശത്തിനല്ലാതെ മതപ്രചരണത്തിന് ഉപയോഗിച്ചു എന്ന കുറ്റമാണ് പല സംഘടനകൾക്കുമെതിരെ ചുമത്തിയത്. കൂടാതെ പല സഭകളും തങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം വകമാറ്റി എന്ന ആരോപണവും നേരിടുന്നുണ്ട്. അതേസമയം തന്നെ മതപരമായ സംഘടനകൾ FCRA സൗകര്യങ്ങൾ വ്യാപകമായ നിലയിൽ ദുരുപയോഗം ചെയ്തു എന്നുള്ളതും നിയമങ്ങൾ കർശനമാക്കുവാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുഭൂരിപക്ഷം പ്രസ്ഥാനങ്ങളുടെയും കണക്കുകളിലെ കൃത്യതയില്ലായ്മയും സാങ്കേതികമായ പിഴവുകളും ഒക്കെയാണ് അവരുടെ രജിസ്ട്രേഷൻ നഷ്ടമാക്കുന്നതിലേക്ക് നയിച്ചത് എന്നതും ഓർക്കുക. സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ പല സ്ഥാപനങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് 2026 നടപ്പിലാക്കുവാൻ പോകുന്ന പുതിയ FCRA പരിഷ്കാരങ്ങൾ ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഗുരുതരമായൊരു പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ഈ നിയമം നടപ്പിലായാൽ പതിറ്റാണ്ടുകളായി വിദേശ സഹായത്തോടെ സഭകൾ നിർമ്മിച്ച ആസ്തികൾ സർക്കാർ ഏറ്റെടുത്തേക്കാം എന്ന ഭീതി നിലനിൽക്കുന്നു. എന്താണ് ഈ പുതിയ നിയമം? ഇത് സഭകളെ എങ്ങനെയാണ് ബാധിക്കുവാൻ പോകുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. 2026 മാർച്ചിൽ, അതായത് ഈ മാസം, കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച പുതിയ ഭേദഗതി ബിൽ FCRA നിയമത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു സ്റ്റാറ്റ്യൂട്ടറി മെക്കാനിസം അഥവാ നിയമപരമായ ഒരു ചട്ടക്കൂട് നിർമ്മിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ സംവിധാനത്തിലൂടെ ഒരു സംഘടനയുടെ FCRA രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും രജിസ്ട്രേഷൻ പുതുക്കപ്പെടാതിരുന്നാൽ, അതുമല്ലെങ്കിൽ സംഘടന FCRA രജിസ്ട്രേഷൻ വേണ്ടെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സംഘടന മുൻകാലങ്ങളിൽ വിദേശ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ആസ്തികൾ മുഴുവനായോ ഭാഗികമായോ ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരം ലഭിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
മുൻപ് മൻമോഹൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എടുത്ത പരിഷ്കാരങ്ങളിൽ തന്നെ ഈ നിയമങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്നു. പക്ഷെ മുൻപത്തെ നിയമങ്ങളിൽ ഇത്തരം ആസ്തികൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ വ്യക്തതയില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഭൂമി, കെട്ടിടങ്ങൾ, ഉപകരണങ്ങൾ തുടങ്ങിയവ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രത്യേക അതോറിറ്റിയുടെ കീഴിലേക്ക് മാറ്റുവാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. ക്രൈസ്തവ മിഷനുകൾ ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിൽ പോലും മികച്ച വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും നൽകി വരുന്നത് ഒരു പരിധിവരെ വിദേശ സഹായം കൊണ്ട് തന്നെയാണെന്നേ. മിഷൻ ആശുപത്രികൾ, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ, സ്കൂളുകൾ എന്നിവ ഇതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട്. 2026 നിയമത്തിലെ സെഷൻ 14B പ്രകാരം രജിസ്ട്രേഷൻ പുതുക്കുവാൻ വൈകിയാലോ പുതുക്കാനുള്ള അപേക്ഷ നിരസിക്കപ്പെട്ടാലോ ആ നിമിഷം മുതൽ സംഘടനയുടെ FCRA രജിസ്ട്രേഷൻ അവസാനിച്ചതായി കണക്കാക്കും. അതോടെ ആ സ്ഥാപനത്തിൻ്റെ എല്ലാ ആസ്തികളുടെയും ഉടമസ്ഥാവകാശം സർക്കാരിനെ ഏറ്റെടുക്കാം. എന്തിനേറെ പറയുന്നു, ഇന്നത്തെ മലയാള മനോരമയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആരാധനാലയങ്ങൾ വരെ ഇങ്ങനെ ഏറ്റെടുക്കുവാൻ സാധിക്കും. സത്യത്തിൽ ഇത് ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് സൃഷ്ടിക്കുവാൻ പോകുന്നത്. പതിറ്റാണ്ടുകളായി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഒരു സുപ്രഭാതത്തിൽ പിടിച്ചെടുക്കുവാൻ സർക്കാരിന് സാധിക്കുന്ന നിലയിലേക്ക് നിയമങ്ങൾ മാറ്റി എഴുതുമ്പോൾ അതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. നോക്കുക, തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ ഇല്ലാതെയാക്കുവാൻ ഭരിക്കുന്ന സർക്കാരിന് ഒരു നിമിഷം മാത്രം മതി എന്നുള്ളതാണ് ഇത്തരം നിയമങ്ങളുടെ പ്രത്യേകത. മാത്രവുമല്ല, സഭകളുടെ സ്വയംഭരണാധികാരത്തെ തന്നെ ഇത് ഇല്ലാതാക്കുമെന്നും പ്രവർത്തന സാധ്യതകൾ തന്നെ ഇല്ലാതാക്കുമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ആശങ്കപ്പെടുന്നുണ്ട്. ക്രൈസ്തവ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി മതം മാറ്റവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. വിദേശ സഹായം സ്വീകരിച്ച് നിർബന്ധിത മതം മാറ്റം നടത്തുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഏതൊരു NGOയെയും രജിസ്ട്രേഷൻ റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് അധികാരമുണ്ട്. 2023 ജമ്മു കാശ്മീരിലെ കാശ്മീർ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ്, ബദാൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയത് പള്ളികൾ നിർമ്മിക്കുന്നതിനായി പണം വകമാറ്റി ചെലവാക്കിയെന്ന ആരോപണത്തെ തുടർന്നാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കർശനമായ നീക്കങ്ങൾക്കിടയിലും പ്രതീക്ഷയുടെ ഒരു കിരണം അവശേഷിക്കുന്നത് ഇന്ത്യയുടെ നീതിന്യായ കോടതികളിലാണ്. 2025 സെപ്റ്റംബറിൽ ഒരു കേസ് പരിഗണിക്കവേ കേവലം സാങ്കേതിക പിഴവുകളുടെ പേരിൽ NGOകളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കരുത് എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മാത്രവുമല്ല, സുപ്രീം കോടതി വളരെ ശക്തമായി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സാമൂഹ്യ സേവനം ചെയ്യുന്ന ചാരിറ്റി ചെയ്യുന്ന ഈ സംഘടനകളെ സർക്കാർ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? കോടതിയുടെ ചോദ്യമാണിത്. സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നടപടി എടുക്കാവൂ എന്നാണ് കോടതി പറയുന്നത്. അല്ലാതെ നടപടിക്രമങ്ങളിലെ അപാകതകൾ മൂലം സേവനങ്ങൾ തടസ്സപ്പെടുത്തരുത് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. എന്നാൽ ഇതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സർക്കാർ എന്ത് തീരുമാനിക്കുന്നു അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 നിയമം നിലവിൽ വരുന്നതോടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കണക്കുകളുടെ സുതാര്യതയും കൃത്യസമയത്തുള്ള റിപ്പോർട്ടിങ്ങും അത്യന്താപേക്ഷിതമാണ്. എങ്കിലും സഭകളുടെ ആസ്തികൾ സർക്കാർ ഏറ്റെടുക്കുന്നത് പോലുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ലക്ഷക്കണക്കിന് ദരിദ്രർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ ഇല്ലാതെയാകും. നിയമപരമായ ജാഗ്രതയോടെ ഈ പ്രതിസന്ധിയെ നേരിടുക എന്നതാണ് സഭകൾക്ക് മുൻപിലുള്ള ഏക വഴി. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100 വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.